ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പരിപ്പും മുരിങ്ങേൻ്റെ ഇലയും കൂടി കറി വയ്ക്കാം. ഒരു ഉള്ളീൻ്റെ പകുതി ഇട്ടിട്ടുണ്ട് ഇതിൽ. പരിപ്പിൽ നമുക്ക് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. നമുക്ക് പരിപ്പ് അടുപ്പത്ത് വെക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് അടുപ്പത്ത് വെക്കാം. ചോറ് അടുപ്പത്ത് പാകമാകുന്നുണ്ട്. ഒരു കായത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടും. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാം. ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മുളക് പൊടി. കടുക് പൊട്ടിച്ചു. ഇനി നമുക്ക് മുരിങ്ങയില അങ്ങോട്ടിടാം. മുരിങ്ങേൻ്റെ ഇല പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് ഇതിലേക്ക് ഇടാം. ഇല പക്ഷേ നേരിട്ട് ഇതിലിട്ടാലും മതി കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നേരിട്ട് മുരിങ്ങയില ഇതിലേക്ക് ഇട്ടാലും മതി. പരിപ്പിലേക്ക് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഇളക്കാം. നന്നായി തിളക്കട്ടെ. നമുക്കിതും കൂടി ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാണുന്നവരെല്ലാവരും തട്ടി നീക്കി പോകുന്ന ഇടയ്ക്ക് ഒരു ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. നമുക്കിതൊന്ന് ഇളക്കാം. റെഡി ആയിട്ടുണ്ടത്. ഇനി നമുക്ക് നമ്മൾ വാട്ടി വെച്ച മുരിങ്ങയില അങ്ങോട്ടിടാം. ഇത് നമുക്ക് ഇതിലേക്കിടാം. മുരിങ്ങയില ഇട്ടു. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയിലക്കറി, മുരിങ്ങയിലയും പരിപ്പും കൂടിയുള്ള കറിയാണ് കേട്ടോ. മുരിങ്ങയില മാത്രം കറി വെക്കാം, മുരിങ്ങയില തോരൻ വെക്കാം. ഒരുപാട് കറികൾ വയ്ക്കാൻ പറ്റുന്ന സാധനമാണ് മുരിങ്ങയില. ഹായ്, ഇനി അടുത്തൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.